ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ശരിയായി വിലയിരുത്തി വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നു. ഒരു വിശ്വാസയോഗ്യമായ മൂന്നാം ബദൽ സംസ്ഥാനത്ത് ഉയർന്നു വന്നിരിക്കുകയാണെന്നും LDFും UDFും മാത്രമല്ല കേരളത്തിൽ ജനവിശ്വാസം നേടി NDA മുന്നോട്ട് വന്നിരിക്കുന്നുവെന്നുമാണ് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. ഈ മുന്നേറ്റം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം വലിയ മാറ്റത്തിനുള്ള ചവിട്ടുപടിയായി മാറുമെന്നും യോഗം വിലയിരുത്തി. NDAയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കാനുള്ള നിരവധി കാര്യപദ്ധതികൾ ആസൂത്രണം ചെയ്തു. NDA വിപുലീകരിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രചാരണങ്ങൾ യോഗം ആസൂത്രണം ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലായി കർണാടക സർക്കാർ പ്രത്യേകിച്ച് കേരളത്തോട് കാണിക്കുന്ന വൈരനിരാധന ബുദ്ധിയോടുകൂടിയുള്ള സമീപനത്തിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. കർണാടകയിൽ കുടുങ്ങിപ്പോയ ഒരു സുജിത്ത് എന്ന് പറയുന്ന മലയാളി ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ വാഹനവും 4 ദിവസമായി മണ്ണിലടിയിലായിട്ടും അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കർണാടക സർക്കാർ തയ്യാറായില്ല. കർണാടക പോലീസിനെ വിളിച്ചിട്ടും അവർ വന്നില്ല. കർണാടകയിലെ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടും അവർ വന്നില്ല. കർണാടകത്തിലെ ദുരന്ത നിവാരണ ഏജൻസികൾ ഒന്നും തന്നെ ഇതിനോട് സഹകരിച്ചില്ല. ഇന്നാണ് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായത്. വളരെ തെറ്റായ ഒരു സമീപനമാണ് കർണാടക സർക്കാർ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കർണാടക മന്ത്രിസഭാ യോഗം ചേർന്ന് കർണാടകയിൽ തൊഴിലെടുക്കുന്ന അന്യ സംസ്ഥാനക്കാരെ ഒഴിവാക്കണമെന്നുള്ള പേരിലുള്ള ഒരു തീരുമാനം, അവിടെ സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം മലയാളികളെയാണ് ഏറ്റവും കൂടുതൽ ദ്രോഹകരമായി ബാധിക്കുന്നത്. 30 ലക്ഷം മലയാളികളാണ് കർണാടകയിലുള്ളത്. അതൊരു തെറ്റായ സമീപനമാണ്, ഒരു ദ്രോഹമാണ് മറ്റ് സംസ്ഥാനങ്ങളോട്, പ്രത്യേകിച്ച് കേരളത്തോട് കർണാടക കാണിക്കുന്നത്. ഇതിനെതിരായിട്ട് വലിയ പോരാട്ടം, ശക്തമായ സമരം ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. 24-ാം തീയതി കർണാടക സർക്കാരിൻ്റെ തെറ്റായ സമീപനത്തിനെതിരായി പ്രതിഷേധ പരിപാടി NDAയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേരുന്നതായിരിക്കും.